അതുപോലെ കണിയാൻ്റെ ഒരു സീനുണ്ട്. വളരെ ആ സിനിമയുടെ ഒരു കീ പോയിന്റ് പറയുന്നത് ഈ കണിയാനായിട്ട് അഭിനയിക്കുന്ന തിലകൻ ചേട്ടനാണ്. നമ്മളെ ആ വീട്ടിൽ തന്നെ ഷൂട്ട് നടന്ന വീട്ടിൽ തന്നെ കുറച്ച് എന്തോ കളർഫുള്ളായിട്ട് തന്നെ സെറ്റപ്പ് ചെയ്തു അത്. കാരണം വലിയൊരു സീനാണത്. അപ്പം ഞാൻ തിലകൻ ചേട്ടൻ ഒറ്റ ദിവസത്തേക്കാണ് തിലകൻ ചേട്ടൻ വന്ന് അഭിനയിച്ചത്. എൻ്റെ ആ ഒരു സിനിമയിൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം വന്നു. അപ്പം ഞങ്ങളിവിടെ ട്രോളി ട്രാക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, കാരണം വളരെ നീണ്ട 2 പേജ് ഡയലോഗ് പറയണം. തിലകൻ ചേട്ടൻ വന്നിറങ്ങിയത് ഒരു എന്താ പറയുക, ഒരു വാക്കിംഗ് സ്റ്റിക്കുമായിട്ടാണ്. കാലിന് എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫുൾ സീൻ തിലകൻ ചേട്ടനെ ഇരുത്തി ഷൂട്ട് ചെയ്യണം. അങ്ങനെ ഇരുന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ആർട്ടിസ്റ്റിനെ അവിടെ ഇരുത്തിയിട്ട് ക്യാമറ വെച്ചിട്ടുള്ള, അപ്പോൾ അങ്ങനെ. പക്ഷേ ആ തിലകൻ ചേട്ടൻ അത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് നമ്മൾ വലിയ ഗിമിക്സ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം അത്ര മനോഹരമായിട്ട് പുള്ളി അവതരിപ്പിച്ചു ആ സംഭവം. അതിനാ തിലകൻ ചേട്ടൻ യാത്ര പറഞ്ഞ് പോകാൻ നേരത്ത് ഞാൻ കാറിൻ്റെ അടുത്ത് വരെ ഞാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ താങ്ക് യു, വളരെ സന്തോഷം വന്നിട്ട് ഈ ഒരു ചെറിയ വേഷമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്ക്സ് പറയേണ്ടത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറിപ്പോയി. അവിടെ സ്ത്രീകൾ വാടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുക, വിശ്വാസം ഉണ്ടെങ്കിൽ. അതല്ല, വരുന്ന ഭവിഷ്യത്തുകളെ നേരിടാമെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തുക. ഇപ്പൊ